ഹായ്. അപ്പോൾ കുറേ നാളായില്ലേ ഒരു ഡെയിലി വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ചിക്കൻ കറി വെച്ചാലും ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് അടുപ്പത്ത് വെക്കുമ്പോൾ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഒന്ന് വേറെയാണല്ലേ. നമ്മൾ എത്ര ഗ്യാസുമ്മ കുക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വക ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവോളയും കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് സവോള ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇളക്കുക എന്നുള്ളത് കള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കും അല്ലേ. അത് അടുപ്പിൻ്റെ മീതെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുകയും വേണ്ട. തീ നന്നായി കത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തീ കുറയ്ക്കണം അല്ലേ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാകുമ്പോൾ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതൊക്കെ ഇട്ട് നന്നായി മൂത്ത് വന്നപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തു കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മസാലയിലാണ്. പിന്നെ അത് നന്നായി ചൂടാവണമെന്ന്. നമ്മൾ അത് ചൂടാവണേക്കാട്ട് മുന്നേ അതിട്ട് കഴിഞ്ഞാൽ ഒരു കളറും കിട്ടില്ല, ഒരു ടേസ്റ്റും വരില്ല എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു അമ്മ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കണേന്ന്. അപ്പോൾ നമ്മളൊരു വീഡിയോ കൂടി എടുത്തതാണ് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അമ്മ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തു. തീയും നന്നായി കത്തനുണ്ട്. വെള്ളം നമ്മളിതിൽ നിന്ന് ചേർത്തിട്ടില്ല കേട്ടോ. അത് ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണ് നമ്മളിന്ന് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇളക്കി 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 അതിൻ്റെ അവസാനം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടോ. ചിക്കൻ കണ്ടപ്പോൾ പിന്നെ ഋതുവിന് വിശപ്പ് തുടങ്ങി. അവന് ചോറുണ്ണണം എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയൊന്നുമില്ല. എന്നാലും ചിക്കനാകുമ്പോൾ നമുക്കായാലൊരു പ്രതീക്ഷയല്ലേ അല്ലേ. അങ്ങനെ നല്ല ചൂടുള്ള കുത്തരി ചോറായിരുന്നു കേട്ടോ. കുത്തരി ചോറും നല്ല ചൂടുള്ള ചിക്കൻ കറിയും കൂടിയിട്ട് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അമ്മ വെച്ചോണ്ട് ഞാൻ പറയണതല്ല കേട്ടോ, പുകഴ്ത്തി പറയുമെന്നല്ല. നിങ്ങളും ഇത് വെച്ചിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണത് വെച്ചാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.